ഈ എന്താ ഇത്? ഇതൊരു വീടാന്ന് എല്ലാരും മറക്ക. ഓരോരുത്തരെ വിളിച്ചു കയറ്റി ഒരു പെങ്കൊച്ചുള്ള വീടല്ലേ ഇത്? അതിന് മാത്രം എന്താണ്ടായി അമ്മായിയുടെ അഖിലിന്റെ കൂട്ടുകാരല്ലേ അവര്. എപ്പോഴെങ്കിലും ഒന്ന് വന്ന അവരെല്ലാരും പോയി ഒത്തുകൂടി ഗെയിം ഒന്ന് കളിക്കുന്നു. അതിനെന്താ അത്ര പ്രശ്നം? പ്രശ്നമല്ലല്ലോ എന്റെ കൃഷ്ണ. അതിലെ ഒരു 5-6 ആമ്പിള്ളേരെ ഒരു പെങ്കൊച്ചുള്ള വീട്ടിലേക്ക് എന്നെ വിളിച്ചു കയറ്റാൻ പാടുണ്ടോ? നിന്റെ അഖിലിനോ ബോധമില്ല, നിനക്കും അതില്ലാതായോ? അമ്മായി നല്ല കലിപ്പിലാണല്ലോ. അമ്മായി ചൂടായിട്ടിരിക്കല്ലേ, ഈ തണുത്തതങ്ങ് കുടിക്കുന്നേ. അമ്മായെങ്കിലും എന്നെ കുറിച്ച് വിചാരിക്കുന്നുണ്ടല്ലോ. ഇത്രയും സുന്ദരയായി ഞാനിവിടെ ഉള്ളപ്പോ ഓരോരുത്തരും ഇങ്ങോട്ട് വിളിച്ചു കയറ്റാന്ന് പറഞ്ഞ ഇത്ര തെറ്റായ കാര്യമല്ല അമ്മായിയെ. എന്റെ കുഞ്ഞു കൃഷ്ണ, ഞാൻ എന്തായി കേക്കണേ? എന്റെ കൃഷ്ണ, നിന്റെ പെണ്ണും പിള്ളക്ക് പേരക്കുട്ടികളെ കൊഞ്ചിച്ചിരിക്കേണ്ട പ്രായം, എന്നിട്ട് അവളെ മനസ്സിലിരിപ്പ് കേട്ടില്ലേ? ഞാൻ എന്റെ ജീവന്റെ മോളെ കുറിച്ചാ പറഞ്ഞത്. നീ എന്താ മറന്നോ കൃഷ്ണ? അവള് വലുതായി വരിക, പെണ്ണിനെ കെട്ടിക്കാറായി. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ചെക്കന്മാരൊക്കെ ഇവിടെ വന്നു പോയി കഴിഞ്ഞാ അത് നമ്മുടെ കുടുംബത്തിന് പേര് ദോഷ, പെങ്കൊച്ചിനും ദോഷല്ലേ. പിന്നെ അവര് തമ്മില് അറിയാലോ, പ്രായം വല്ലതും സംഭവിച്ചാലോ. എന്റെ അമ്മായി, അഖിലിന്റെ കൂട്ടുകാർ അത്ര കുഴപ്പമുള്ളവരൊന്നല്ല. അമ്മായി പറയണ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ശിവനെ കുട്ടി അങ്ങനെയൊന്നും പോവില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സാറിന്റെ മുഖത്ത് ഒരു ഗൗരവം ഉണ്ടല്ലോ. ഗൗരവോ? എനിക്കോ? എന്റെ കുട്ടൂസിനെ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാൻ ഈ കുട്ടൂസിന് കഴിയും തോന്നുന്നുണ്ടോ? എന്റെ കുട്ടൂസ് ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ലെന്ന് അറിയാം. അഥവാ ചെയ്താ നിന്റെ കണ്ണ് ഞാൻ തുറന്നെടുക്കും, എന്നിട്ട് ഞാൻ തന്നെ നിന്നെ നോക്കും. അയ്യോ, അത്ര വലിയ കടുത്ത തീരുമാനം എടുക്കില്ല പോലീസേ. ശരി ശരി, ഞാൻ വിളിച്ചപ്പോ കുറച്ച് ഗൗരവം പിടിച്ച് നിന്നതല്ലേ, അതിന് പണിഷ്മെന്റ് ആയിട്ടാ എന്റെ ഈ കവളത്തൊരു ചൂടി ചുമ്മനം തന്നെ. അയ്യേ, എനിക്കൊന്നും പറ്റില്ല ഇതുപോലത്തെ പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ. നീ പെണ്ണായിട്ട് ജനിക്കേണ്ടതല്ല, ആണായിട്ട് ജനിക്കേണ്ടതാ. മര്യാദക്ക് ഞാൻ ചോദിച്ചു തന്നോ? ഇല്ലെങ്കിണ്ടല്ലോ ഞാനിവിടെ കിടന്ന് വിളിച്ചു പോകും കേട്ടോ കുട്ടൂസേ. എന്റെ പൊന്നു, ചതിക്കല്ലേ പിന്നെ. നിന്റെ വീട്ടുകാരറിഞ്ഞ എന്നെ ഇവിടെ തന്നെ കുഴിച്ചു മൂടും. ആ പേരുണ്ടായ കുട്ടനെ തന്നെ വേഗം ആവട്ടെ. സൂര്യ, എടാ സൂര്യ, സൂര്യ. അയ്യോ ഏട്ടായി. എടാ അത് ശിവല്ലേ? അവൾക്ക് എന്താണ് പറ്റി? ഐ ഡോണ്ട് നോ. തുമ്പശ്ശേരി കോലത്തെ ഏതൊരു പെൺതരിയല്ലേ എന്റെ പെങ്ങളുട്ടി. അവളെ എല്ലാരും കൂടി ലാളിച്ച് ഒരു വട്ട് കേസാക്കി വെച്ചിരിക്ക. അതെ ശരിയാ, ക്യൂട്ട് വട്ട് കേസാന്നേ ഉള്ളൂ. എന്താടാ? നിന്റെ പെങ്ങളല്ലേ വട്ടില്ലാതിരുന്നാലേ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞതാ. അത് കറക്റ്റാ നീ പറഞ്ഞു. നിക്കണ അവിടെ. ഇന്ന് വൈകിട്ട് മൂവിക്ക് പോകുന്നുണ്ടോടാ? ആ, നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു ഇത്ര നേരം? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നടാ. ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ. നമുക്ക് വൈകിട്ട് മൂവിക്ക് പോയല്ലോ, എന്താ അഭിപ്രായം? അതിനെന്താടാ, പോവാൻ നമുക്ക് അടിച്ചു പൊളിക്കാടാ. മാസത്തിലൊരു ഞായറാഴ്ചയിലും നമുക്ക് ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ അവസരം കിട്ടും. കോളേജിൽ പഠിക്കുമ്പോ എന്നും കൂട്ടുകൂടി അടികൂടിയും ഓരോ സ്ഥലത്തും തെണ്ടി നടന്നായിരുന്നത് എന്തു സുഖമായിരുന്നു. ജോലിക്ക് കയറി പോകില്ല, അതും മുടങ്ങി. ഇനി കുറച്ചു കാലം കഴിഞ്ഞ് പെണ്ണ് കെട്ടിയ കുട്ടികളായ ഒട്ടും ഇതൊന്നും നടക്കില്ല. ഞായറാഴ്ച എന്നെ കാണാൻ പറ്റുമോ എന്തോ. നീതിൻ പറഞ്ഞത് കാര്യാടാ. നമ്മുടെ ആ സുവർണകാലം നമുക്ക് നഷ്ടപ്പെട്ടു. കോളേജ് അത് തിരിച്ചു കിട്ടില്ലല്ലോ. ജോലിക്ക് കയറി പോലും വീട്ടിൽ തുടക്കി. പെണ്ണ് കിട്ടുന്നില്ലേ? ഇപ്പൊ പൈസ എത്രയായി? ജോലിയായില്ലേ? എനിക്ക് പേരക്കുട്ടീനെ കാണണം. വീട്ടിൽ ആളില്ല. കെട്ടും കൂടി കഴിഞ്ഞ തീരുമാനമായടാ. വീടടാ ശ്യാമേ, എന്താടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ? നമ്മുടെ ഈ കിട്ടുന്ന അവസരം നമ്മൾ നല്ല എൻജോയ് ചെയ്യാന്നല്ലാതെ പാസ്റ്റും പ്രസന്റും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് വിഷമിക്കാൻ നിൽക്കുന്നോ? എന്തായാലും കഴിഞ്ഞു പോയത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇനി വരാൻ പോകുന്നില്ലേ, അത് പിന്നാലേക്ക്. നമ്മൾ ഇപ്പത്തെ ടൈം എൻജോയ് ചെയ്യാം. സൂര്യ പറഞ്ഞ പോലെ പാസ്റ്റിനോടും പ്രസന്റിനോടൊക്കെ വിട പറഞ്ഞ് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാ. ഓക്കെ? അമ്മ, അമ്മ എവിടെയാ? കിച്ചണിലാണോ? അമ്മ, അമ്മ. അയ്യോ, സാരമില്ലമ്മേ, കുറച്ച് വെജിറ്റബിളെ കൂടി ആഡ് ചെയ്താ മതി. ചിക്കൻ ഫ്രൈയിലാണോടി വെജിറ്റബിൾ കൊണ്ടിടുന്നത്? പണിയെടുത്ത് എന്നെ ഒന്നും സഹായിക്കില്ല, പക്ഷെ എനിക്ക് പണി തന്ന നീ നല്ലോണം എന്നെ സഹായിക്കുന്നുണ്ട്. നിന്നെ പോലെ ഒരുത്തിയാണല്ലോ ഇവിടെയുള്ളവരെ കെട്ടിച്ചു വിടാൻ ആലോചിക്കുന്നത്. ആ ചെറുക്കന്റെ അധോഗതി. ആരെന്നെ കെട്ടിച്ചു വിടാൻ നോക്കുന്നു?
നിങ്ങളുടെ നാട്ടിൽ കുഞ്ഞു വാവനെ നിങ്ങൾക്ക് എങ്ങനെ പിരിയാൻ തോന്നുന്നു? ഒരു കുഞ്ഞു വാവ, 21 വയസ്സായ കുഞ്ഞു വാവൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പെണ്ണെ. എങ്ങാനും നിന്റെ കല്യാണം പെട്ടെന്ന് ഉറപ്പിച്ച് ഞാനായിരിക്കും പെടുന്നത്. ഒരു പാചകം പോലെ അറിയത്തില്ല. ഉപ്പിന്റെ ഭാരം ചിലപ്പോ വല്ല ബേക്കിംഗ് സോഡ പഞ്ചസാര കറിയിൽ കലക്കി കൊടുക്കും. നീ വന്ന് പണിയെടുത്ത് പഠിക്കടി. മോളെ ശിവനി, എന്താ? എന്നെ വിളിക്കുന്ന അമ്മേ, ഞാൻ പോയി നോക്കിട്ട് വരാവേ. ഓടിക്കോ ഓടിക്കോ. അമ്മായി അവിടെ നിനക്ക് വേണ്ടി ആലോചനകൾ തുടങ്ങുന്നുണ്ട്. എവിടെ വരോട് നമുക്ക് നോക്കാം മോളെ. ശിവു, കുറച്ചു നാളായിട്ട് മൊബൈലിൽ തന്നെയാണല്ലോ, എന്താ? എന്ത്? നിനക്ക് ഉറക്കൊന്നുമില്ലേ ചേട്ടാ? ഈ ഗതി കിട്ടാത്ത ആത്മാക്കൾ എന്തെങ്കിലും കറങ്ങി നടക്കുന്നേ? പൂക്കിടുന്ന് ഉറങ്ങിക്കൂടെ? ഇടി അറം പറ്റൂടി, ഞാൻ ചത്തിട്ട് പോലുമില്ല ആത്മാവെന്നൊക്കെ വിളിക്കുന്നേ. അല്ല, തമ്പുരാട്ടിക്ക് കല്യാണം ആലോചിക്കുന്ന കാര്യമൊക്കെ കേട്ടു. എന്താണ് നടക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? നീ ഇങ്ങനെ പന പോലെ പന്തലിച്ച് നിൽക്കില്ലേ? നിനക്ക് കല്യാണം കഴിച്ചൂടെ? എന്തിനാ എന്നെ ഈ കുടയിലേക്ക് തള്ളുന്നത്? അയ്യോ, അത് പറ്റില്ലല്ലോ മോളെ. പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അങ്ങളന്മാരെ കല്യാണം കഴിക്കാൻ. അതാണ് നാട്ടു നടപ്പ്. നാട്ടു നടപ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനേ. അത് നമുക്ക് തുടക്കം കുറിക്കാം. ഞാനിപ്പോ കെട്ടാ ഉദ്ദേശിക്കുന്നില്ല. നീ അങ്ങ് കെട്ടിയാ മതി. എന്താണ്, നിനക്ക് കല്യാണത്തിന് വലിയ വിരോധം ഉണ്ടോ? അതോ എന്റെ പൊന്നുമോൾക്ക് കോളേജിൽ ആരെങ്കിലും ഇഷ്ടാണോ? ചേട്ടനോട് പറയടി. ഇഷ്ടമുണ്ടെങ്കിൽ നീ എന്റെ കൂടെ നോക്കൂ എല്ലാത്തിനും. പിന്നെ കൂടെ നിന്ന് എല്ലാം ചെയ്തിരിക്കും. അവനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കാൻ ഞാൻ നിന്നെ സഹായിക്കേണ്ട പോലെ. എന്താണ് നോക്കിയിരിക്കുന്നത്? ആരാണ് ഇങ്ങനെ മനസ്സിലുള്ളത്? നമ്മുടെ ഫാമിലി മാത്രം. അവര് മാത്രമേ ഉള്ളൂ ചേട്ടായി എന്റെ മനസ്സില്. ചേട്ടായി, ചേട്ടായിക്ക് എന്നെ വിശ്വാസമില്ലേ ചേട്ടായി? പിന്നെ ചേട്ടായിക്ക് നല്ല വിശ്വാസമുണ്ട്. നിന്റെ സ്വഭാവം വെച്ച് 2-4 കാണണം. മോളെന്തായാലും റെസ്റ്റ് എടുക്ക്. ഗുഡ് നൈറ്റ്. ചേട്ടായി പോട്ടെ. ചേട്ടായിക്ക് എന്റെയും സൂര്യയുടെ ബന്ധത്തെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അറിയാതെ സൂര്യ ഇപ്പൊ ഡെഡ് ബോഡി ആയിട്ട് കിടന്നേനെ. അറിയില്ലായിരിക്കും വിചാരിക്കാം. എന്താണ് എന്റെ മോളീസിനൊരു മൂടൗട്ട്? ആരെയൊന്നും തല്ലാൻ കിട്ടിയില്ലേ? എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന അവിടെ മണ്ണും ചാരി നിന്ന് ഏതോ ഒരുത്തൻ എന്നെയും കൊണ്ട് പോകുന്ന വായം പൊളിച്ച് നോക്കി നിൽക്കേണ്ടി വരും സാറിന്. നിന്നെ കൊണ്ടുപോയി ആ മണ്ണും ചാരി നിന്ന് ചിക്കൻ ആലോചിക്കും ഇതിനും വേണ്ട മണ്ണ് എന്നെ മൂടുകയായിരുന്നു. സീരിയസ്ലി? അപ്പൊ ഞാൻ അത്ര മോശമാണെന്നല്ലേ? കുട്ടൂസിനെ പിന്നെ സഹിക്കാൻ വയ്യല്ലേ? എല്ലാം മനസ്സിലായി. എന്റെ മോളീസ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ ഇങ്ങനെ പിടങ്ങാതെ. എന്തിനപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്താ അതിന് മാത്രം ഉണ്ടായേ? കുട്ടൂസ്, ഞാൻ സീരിയസ് ആയിട്ടാ. എനിക്ക് വീട്ടില് കല്യാണം ആലോചിച്ചു തുടങ്ങി. എട്ടും പൊട്ടും തിരിയാത്ത നിനക്ക് കല്യാണം ആലോചിച്ചു തുടങ്ങിയെന്നോ? ഇനിയും ചിരിക്കേ, അട്ടഹസിച്ച് ചിരിക്കേ. എന്തിനാ നിർത്തിയത്? എന്ത് പറഞ്ഞാലും ഒരു സീരിയസ്നെസ് ഇല്ല. ഞാൻ പോണു. മോളീസേ, ഞാനെന്താ പറയട്ടെ? നീ ഇങ്ങനെ പെരുങ്ങി പോയാൽ അങ്ങനെ. നീ ചുമ്മാ പറഞ്ഞതല്ലേ. നിന്നെ ആരും കൊണ്ടുപോയില്ല. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ. വിഷമിക്കാതെ. ഞാൻ ഇങ്ങനെ ഒന്നും പറയുന്നതായിട്ട് നീ ഓടിപ്പോയാൽ എങ്ങനെയാ? നിനക്ക് വല്ല കല്യാണാലോചന വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയൂ. നിനക്ക് അങ്ങനെ ആലോചനകളൊന്നും ഇല്ല. നിന്റെ ഏട്ടൻ്റെ അടുത്ത് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല മോളീസേ. ഒരു 1 മന്ത് എനിക്ക് സമയം താ. അപ്പേക്ക് എന്റെ ഡാഡി മമ്മി നാട്ടിലെത്തും. നമ്മുടെ വിവരം അവരുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെയും കൂട്ടി വീട്ടിലേക്ക് ഒന്ന് വരാന്നേ. പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർത്താൻ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ വല്ലവരെയും കെട്ടി അവന്റെ കുട്ടികളെയും താലോലിച്ച് അവന്റെ കൂടെ സുഖമായിട്ട് ഞാൻ ജീവിക്കും. എടിയൊരു തയ്യ കൂടാതെ നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? ഒരുപാട് നാളെ എന്റെ പിറകെ നടന്ന് എന്നെ വളച്ചെടുത്ത നിനക്കിപ്പോ എന്നെ ഒരു നിമിഷം കൊണ്ട് ഉപേക്ഷിക്കാൻ എങ്ങനെ തോന്നുന്നു മോളൂസേ? എന്നെ വിളിച്ചു കിടക്ക കൊണ്ടുവരാനുള്ള ധൈര്യം നിനക്കില്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്നുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇനി പെണ്ണെ നിൽക്കുന്നുണ്ടോ മോളൂസേ? നീ സീരിയസ് ആയിട്ട് വരുന്നാണേ. എന്നെ വേണ്ട നിനക്ക്? നിനക്ക് എന്തും തോന്നുന്നു കുട്ടൂസേ? ഞാൻ പോണു. പോക്കണ്ടില്ല എന്നോട് ദേഷ്യപ്പെട്ടിട്ട്. മനസ്സിൽ ഒരുപാട് പേടിയുണ്ട്. പുറത്ത് കാണിക്കാതെ പോവാ. എന്റെ ഈ വട്ട് കേസ് പെട്ടിനെ വേറെ ആർക്കും കൊടുക്കല് ദൈവമേ. എനിക്കെന്നെ തന്നോണേ. എന്താ എന്റെ സൂര്യമോൻ ഇന്ന് പറ്റിയത്? സമയം എത്രയായിന്നറിയോ? ഇങ്ങനൊരു കിളവി ഇവിടെ ഉള്ള കാര്യം മറന്നോ കുട്ടി? എന്താ പാറു ചെയ്ത്? ജോലി കഴിഞ്ഞ് എന്നും ഞാൻ കൃത്യമായിട്ട് വീട്ടിലെത്തുന്നല്ലേ.
ഇന്നിച്ചിരി വൈകിപ്പോയി. ഞാൻ എന്റെ മോളേസിനൊന്ന് കാണാൻ പോയതാന്നേ. എനിക്കറിയാം എന്റെ കുട്ടി, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എത്ര നാളായിട്ടാ നീ ഇത് ഒളിപ്പിച്ചു വെക്കുന്നേ? നിന്റെ അച്ഛനും അമ്മോട് ഇതൊക്കെ വേഗം പറഞ്ഞ് നിന്റെ കല്യാണം അങ്ങ് നടത്ത്. നിന്റെ കെട്ടും കണ്ട് കൊച്ചുങ്ങളെയും കണ്ടിട്ട് ഈ പാറുമ്മയ്ക്ക് ഇവിടുന്ന് പോണം. അച്ഛമ്മേ, വീണ്ടും തുടങ്ങരുത് കേട്ടോ. എന്റെ കുട്ടികളുടെ കെട്ടും അവരുടെ കൊച്ചുങ്ങളുടെ കെട്ടും കണ്ടിട്ട് എന്റെ അച്ഛമ്മ പോവും. പിന്നെ പിന്നെ ഇതൊക്കെ നടന്നതന്നെ. എനിക്ക് സെഞ്ചുറി ആവാറായി കുട്ടിയെ, നീ മറന്നു അത്. മോൻ എന്തായാലും ചെന്നിട്ട് ഫ്രഷ് ഒക്കെ ആയിട്ട് വാ. അച്ഛമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ചെല്ല്. ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്, ഞാൻ വേഗം പോയിട്ട് വരാം. ഈ കുട്ടിയുടെ ഒരു കാര്യം. അയ്യോ, എന്റെ വയറ് ഫുള്ളായേ. അച്ഛമ്മേ, ഇന്നെല്ലാം അടിപൊളി ഫുഡ്. ഇവിടെ കിടക്കാതെ അങ്ങ് റൂമിൽ പോയി കിടക്കണ്ട കുട്ടിയെ. ഇതൊക്കെ എന്തിനെന്റെ മോളൂസേ? നല്ല വെയിലുണ്ട്, ഈ സൺസ്ക്രീൻ തേക്കാൻ. ഞാൻ മുന്നേ പോയിട്ട് പുറകെ വന്നാ മതി കേട്ടോ. അവിടെ നല്ല രസമുണ്ടല്ലേ? ഓഫീസിൽ നിന്ന് സമയം ഉണ്ടാക്കി ഞാൻ വന്നാൽ നിന്റെ പിറകെ നടക്കാനല്ല, നിന്റെ ഒപ്പം നടക്കാനാ. ഇവിടെ ആരുമില്ല. ഇങ്ങ് വാ മോളൂസേ, നമുക്ക് എവിടെയെങ്കിലും പോയിരിക്കാം. കൃഷ്ണേട്ടാ, ശിവുട്ടിക്ക് ഇപ്പൊ തന്നെ ആലോചനകൾ നോക്കണോ? അമ്മായി പറയണ കേട്ടിട്ട് അവൾക്ക് അതിനുള്ള പ്രായമായിട്ടുണ്ടോ? മൃദുലെ, അച്ഛനമ്മമാർക്ക് മക്കൾ എത്ര വലുതായാലും കുട്ടികൾ തന്നെയാ. നമ്മുടെ ശിവുന് 22 വയസ്സായി. അമ്മായി ശിവുന് തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? അമ്മായിക്ക് ചെറിയൊരു പഴയ ചിന്താഗതിയുണ്ട്. അതുകൊണ്ട് എങ്ങനെയൊക്കെ പെട്ടെന്ന് കല്യാണം നടത്താൻ പറയുന്നത്. നമുക്ക് പെണ്ണുകാണ ചടങ്ങൊക്കെ നടത്താന്നേ. പിന്നെ ശിവുന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ഈ കല്യാണം നടത്തുള്ളൂ. നീ പേടിക്കാതിരിക്കേ. അവള് സമ്മതിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ഏട്ടാ. എന്താ നോക്കിയിരിക്കണ? എല്ലായിടത്തും കഴിക്കൂ. മോള് വരാൻ കുറച്ച് സമയം എടുക്കൂട്ടോ. അവളോട് ഈ വിവരമൊന്നും പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് അവള് നേരത്തെ വരാഞ്ഞത്. മോളെ ഫോട്ടോയിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ വന്നത്. പിന്നെ നാട്ടുനടപ്പിന്റെ പേര് ഒരു പെണ്ണുകാണൽ ചടങ്ങിന്റെ പേരേ ഉള്ളൂ. മോള് നേരം വൈകിയാലും കുഴപ്പമില്ല, പഠിക്കുന്ന കുട്ടിയല്ലേ. അകിമോന് ജോലി നേരത്തെ കഴിഞ്ഞോ? ഞാനിന്ന് ലീവ് എടുത്ത അങ്കിൾ. ഇന്നലെ നല്ല ദിവസമായിട്ട് ഓഫീസിൽ പോയതാക്കിന. മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അവിടെ കുറച്ച് ആളുകളുണ്ട്, അവരെ ഏൽപ്പിച്ചു. ശിവമോള് വരുന്നുണ്ട് കേട്ടോ. ചേട്ടാ, ഇതൊക്കെ ആരാമ? മോള് പോയി ആദ്യം ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരുമോ? എന്താ മൃദുല അത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. മോള് വന്നതല്ലേ ഉള്ളൂ, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. മോള് ഇവിടെ വരൂ, ആന്റി അടുത്ത് വന്നിരിക്കൂ. താങ്ക് യു ആന്റി, യു ആർ സോ നൈസ്. ആന്റി അമ്മയുടെ ഫ്രണ്ട് ആണോ? ശിവു, എന്താ ഇത്? അടങ്ങിയിരിക്കും പെണ്ണെ. ഇച്ചിരി വായാടി ഇത്ര കൂടുതലാ, ഒന്നും തോന്നല്ല കേട്ടോ. അതൊന്നും സാരല്ല, ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇതുപോലൊരു വായാടി. എന്നെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു തരുന്നെങ്കിൽ ഇവരൊക്കെ ആരാണെന്നൊന്ന് പറയാവോ? അവരൊക്കെ ഒരു ത്യാഗം ചെയ്യാമെന്ന ആൾക്കാരാ. ഇവിടെ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്ന പാവങ്ങൾ. ഓ, ഒരു ആക്രി കച്ചവടക്കാരാണല്ലേ? നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണോ? അയ്യോ മോളെ, എന്തൊക്കെയായി പറയുന്നത്? അവളെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നൂടെ നിനക്ക്? എന്താ ശിവുട്ടിയത്? ഇത് നിന്റെ പെണ്ണ് കാണാൻ ചടങ്ങാ. ഇത് ചെറുക്കിന്റെ അമ്മാവൻ അമ്മായ ലക്ഷ്മൺ ചന്ദ്ര. ഇവര് നിന്നെ കാണാൻ വേണ്ടി വന്നതാ. ചെറുക്കിന് വരാൻ പറ്റിയില്ല, ജോലി തിരക്ക് കാരണം. പെണ്ണ് കാണാൻ ചടങ്ങോ? അയ്യോ, അങ്ങേർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്ക് വരാതിരുന്നാ മതിയായിരുന്നല്ലേ. മോള് ശരിക്കും സർപ്രൈസ് ആയല്ലോ. മോൾക്ക് നടക്കാനൊന്നും കുഴപ്പമില്ലല്ലോ. ഞാൻ നടന്നു വരുന്ന ആന്റി കണ്ടില്ലായിരുന്നോ? ആന്റിക്ക് കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ആന്റിക്ക് വെറുതെ ചോദിച്ചതാ. മോൾക്ക് പാചകമൊക്കെ നന്നായിട്ട് അറിയാലേ? ഞാൻ അടിപൊളിയായിട്ട് പാചകം ചെയ്യാണ്ടി. ഞാൻ ഉണ്ടാക്കിയ ഇവിടെ ആരും ഫുഡ് കഴിക്കില്ലെന്നുള്ളൂ. ഞാൻ എന്നിട്ട് പട്ടിക്ക് കൊണ്ടുകൊടുക്കും. പിറ്റേഴ്സ് നോക്കും പട്ടിയുടെ കൂടെ മുഴുവൻ വൃത്തികേടായിരിക്കും, ഫുള്ള് തൂറ്റലായിരിക്കും. പിന്നെ ഡോക്ടറെ കാണാൻ മരുന്ന് കഴിച്ചാൽ അതിന്റെ നിൽക്കും.
ഇത് മോളുണ്ടാക്കിയതല്ലോ. ആ, അല്ല ഞാൻ ഉണ്ടാക്കിയതാ. കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. ഞാൻ ചേച്ചി ഇതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. എന്തോ ഭാഗ്യത്തിന് മോളൊന്ന് പാചകം ചെയ്യാതിരുന്നത്. ഞങ്ങളെ രക്ഷപ്പെട്ടു. മോൾ പിന്നെ വീട്ടിൽ വന്ന് പാചകമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ ചന്ദ്രയ്ക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഞങ്ങളുടെ മോനും ചെറുതായിട്ട് പാചകമൊക്കെ ചെയ്യൂട്ടോ. മോൾ അത് കഴിച്ചു തീർത്താൽ മാത്രം മതി. ആന്റിയുടെ മോനും പാചകം ഇത്ര മോശമാണോ? കഴിക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്ന അങ്കിളെ? അങ്കിൾ തന്നെ തീർത്താ പോരെ അത്? ഞാനെന്ന് വന്നിട്ട് എന്തിനാ തീർക്കുന്നത്? എനിക്ക് ഇവിടുന്ന് പോണെന്ന് ഒരു നിർബന്ധമില്ല. അമ്മേ, അച്ഛമ്മേ, എന്തെന്റെ ശിവനെ കുട്ടിയത്? മിണ്ടാതിരിക്കൂ. മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കുട്ടിക്കളി മാറിയിട്ടില്ല പെണ്ണിനിപ്പോഴും. അത് സാരില്ല. ഞങ്ങൾക്ക് ശിവനെ മോളെ ഒരുപാട് ഇഷ്ടമായിരിക്കുന്നു. ഞങ്ങളുടെ മോന് വേണ്ടി ശിവനെക്കുട്ടി തന്നെ മതി. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയ നന്ന്. പെട്ടെന്ന് നടത്തിയ ഞങ്ങൾക്ക് സന്തോഷം. പണിക്കേരി പറഞ്ഞിട്ടുണ്ട് എന്റെ മോൾക്ക് 22 വയസ്സിനുള്ളിൽ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഭാഗ്യങ്ങളെ ഉണ്ടാവുമെന്നുള്ളത്. ഇപ്പൊ തന്നെ അവൾക്ക് 22 സ്റ്റാർട്ട് ചെയ്തു. എന്റെ അഭിപ്രായം ആരും ചോദിക്കണില്ലേ? എനിക്ക് ഇഷ്ടമാണോ അല്ലേന്ന് അറിയണ്ടേ? അതിനെന്താ, അച്ഛമ്മയുടെ അടുത്ത് പറഞ്ഞു എന്റെ കുട്ടിയെ മോളുടെ ഇഷ്ടം എന്താണെന്നുള്ളത്. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതിട്ടോ. ഒരു പണിക്കരെ കണ്ട് വിവാഹ നിശ്ചയത്തിന് വേണ്ട ഡേറ്റ് അങ്ങ് കുറിച്ചിട്ട് വരാം. കല്യാണം മോതിരമായിട്ട് ഒരു ദിവസം തന്നെ നമുക്ക് നടത്തി കളയാം. വീട് കാണാൻ ചടങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കാണലൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഞങ്ങൾ അങ്ങ് ഇറങ്ങാൻ നോക്കട്ടെ. സമയം ഒരുപാടായില്ലേ? ആയിക്കോട്ടെ എന്നാ, എല്ലാം പറഞ്ഞ പോലെ തന്നെ. മൃദുലേ, ഞങ്ങള് വരട്ടെ എന്നാ. ആന്റി, ഞങ്ങൾ ഇറങ്ങുവാണേ. പോയിട്ട് വരൂ. എന്തായാലും ഇനി വരാനും കാണാനുള്ളതൊക്കെ അല്ലേ. ആന്റി ഇറങ്ങട്ടെ മോളെ. ഇനി വരുമ്പോ മോളെ കൊണ്ടേ ഞങ്ങള് പോവൂ. നടക്കാത്ത കാര്യങ്ങൾ എന്ത് കോൺഫിഡൻസോട് കൂടി ആന്റി പറയുന്നത്? ചന്ദ്രഹരി എന്താ കരുതിയെന്നാവോ? നമ്മള് വളർത്തിയുടെ ദോഷാന്നല്ലേ വിചാരിക്കുള്ളൂ. എന്തൊക്കെയാ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവിടെ ഇരുന്നിട്ട്. ഈ ആലോചന കൊണ്ട് മുന്നോട്ട് പോവാനാണെങ്കിൽ ഇനി ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോണ്ടിരിക്കും. ഇവിടെ ഒരുത്തനില്ലേ, അവന്റെ കല്യാണം നടത്തിക്കൂടെ? ഹൈറ്റ് കൊണ്ട് ചെറുതാണെങ്കിലും പായം കൊണ്ട് കൂടുതലല്ലേ. അങ്ങോട്ട് മേടിക്കണ്ടെന്ന് നീക്ക് കുറച്ച് കൂടുന്നുണ്ട് എന്നെ കളിയാക്കല് കേട്ടോ. നിന്റെ കയ്യിരിപ്പോണ്ട് തന്നെയാടാ. നീയല്ല ആദ്യം തുടങ്ങിയത്. നീ തല്ലാൻ വന്ന ഞാനിവിടെ നോക്കി നിൽക്കല്ലേ? എന്റേന്നും കിട്ടും നിനക്ക്. വാടി നവാ, എന്നിട്ട് തല്ലിട്ട് പോ. ഞാനങ്ങ് നിന്ന് വരില്ലേ? ചവിട്ടി കൂട്ടുന്നതിന് ഞാൻ മുക്കില് വല്ലയിടത്തും കൊണ്ടിടും. മുക്കില് കൊണ്ടിട. ആദ്യം മൂട്ടേന്ന് വിരിയട്ടെ. വളരെ നീ വളരെ. ഞാൻ വളർന്നില്ല, നീ വളർന്നല്ലോ. പക്ഷെ നിന്റെ ബുദ്ധി മാത്രം ഇതുവരെയായിട്ട് വളർന്നില്ലല്ലോ. നീ പോടി വരുന്ന. എന്റെ കുഞ്ഞികൃഷ്ണ, എന്താ ഞാൻ ഈ കാണുന്നേ? പോത്ത് പോലെ വളർന്ന രണ്ടും. എന്നിട്ട് കൊച്ചു കുട്ടികൾ എന്റെ അടി കൂടുന്ന കണ്ടില്ലേ? രണ്ടിനെ ലാളിച്ച് വഷളാക്കി കൊഞ്ചിച്ച് വെച്ചിരിക്ക. നല്ല അടി മേടിക്ക് രണ്ടും എന്നെ ഇന്ന്. ഞാനല്ല, ഇവനെ എല്ലാം തുടങ്ങി വെച്ചത്. ഓ, പിന്നെ നീ വായും കൈയും കെട്ടിയോടെ ഇരിക്കുകയായിരുന്നല്ലോ. അച്ഛൻ ഇവളാ. മതി മതി, രണ്ടാളും ഒന്നും പറയണ്ട. അടങ്ങി ഇവിടെ ഇരുന്നോളൂ രണ്ടും. അച്ഛൻ എന്തിനെങ്ങനെ നോക്കുന്നേ? എന്റെ അടുത്ത് മിണ്ടാനും വരണ എന്നെ നോക്കും വേണ്ട. എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. കൃഷ്ണ, പറയടാ അവളുടെ അടുത്ത് കാര്യം. അച്ഛൻ പറയണെന്ന് കേക്കിന്റെ കുട്ടിയെ. കഴിഞ്ഞ ആഴ്ചയില്ലേ ഞങ്ങൾ അകലിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോയത്. അവിടുത്തെ ആൾക്കാരെ കുട്ടിയത്. അവര് ഞങ്ങൾക്ക് ഇങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ചതാ, ഒരു മാറ്റ കല്യാണം. അവിടുത്തെ ചെറുക്കിന്റെ സ്വഭാവം കേട്ടപ്പോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്റെ മോളെ. നീയും ഇതിന് സമ്മതിക്കുന്ന ഞങ്ങൾ വിചാരിച്ചത്. ചെറുക്കൻ നിനക്ക് നന്നായി ചേരുന്റെ കുട്ടിയെ. എന്ത് മാറ്റക്കല്യാണായാലും എന്റെ അടുത്തൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല. ഞാൻ സമ്മതിക്കില്ല ഈ കല്യാണത്തിന്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കും. കല്യാണം എടുത്താൽ ഞാൻ സമ്മതിക്കില്ല. ശിവന്റെ കല്യാണം മുടങ്ങിയ എന്റെ മുടങ്ങും. എനിക്ക് ആ പെൺകുച്ചിനെ ഇഷ്ടമായി. എനിക്ക് ആ പെൺകുച്ചിനെ കെട്ടണം. അച്ഛ അമ്മേ, ഒരുത്തിന് കെട്ടണം, ഒരുത്തേക്ക് കെട്ടണ്ട. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? യുവിന് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ ഒഴിവാക്കിക്കോളാ. തൃപ്പങ്കലം കോവലത്ത് അന്നും ഇന്നും സ്വന്തം ഇഷ്ടത്തിന് ആരും കല്യാണം കഴിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ കുട്ടിക്ക്? ഇത്ര പെട്ടെന്ന് എങ്ങനെ തീരുമാനിച്ചത്? നീ ഇതിനെ കുറിച്ച് മുന്നൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാം പെട്ടെന്നാണ് നടന്നത്, അതുകൊണ്ടാ. ഞങ്ങൾ രണ്ടുപേരുടെ മാരേജ് ഒരു ദിവസം. ഐ എം സോ എക്സൈറ്റഡ്. ശിവന് ഈ കല്യാണത്തിന് സമ്മതമാണോടാ? അവൾക്ക് എന്ത് സമ്മതമില്ലാതിരിക്കാൻ? അവൾക്കൊക്കെ സമ്മതം തന്നെയാ. സൂര്യ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ലടാ. ശ്യാം ഒന്നതിനെ എവിടെ? അവർ രണ്ടേരും കണ്ടില്ലല്ലോ. ശ്യാം കാസർഗോഡ് പോയിക്ക, എന്തൊരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ നിതിന് ഓവർ ടൈമാ. എന്നാ ശരി സൂര്യ, ഞാൻ പോവാൻ നോക്കട്ടെ. നേരെ വൈകി വീട്ടിൽ ചെന്ന് അച്ഛമ്മടൊക്കെ കേൾക്കും. ഇനി കല്യാണത്തിനെ കുറിച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫീസിൽ നേരത്തെ പോയി എല്ലാവർക്കും തീർക്കണം.
ബൈഡാ. ഞാൻ എന്റെ കല്യാണം ക്ഷണിക്കോ കുട്ടൂസേ? ഏട്ടന്റെ വക വേറെ ക്ഷണം വന്നോളൂ. ഞാനായിട്ട് ക്ഷണിക്കണ്ടേ എന്റെ പഴയ കാമുകനെ? ശവത്തെ കുത്തരുത് പ്ലീസ്. ശവത്തിന് എത്ര കുത്തിയാലും വേദനിക്കാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നല്ല വേദനിക്കുന്നുണ്ട്. 2 ദിവസം എനിക്ക് ടൈം താ. ഡാഡി മമ്മി എന്തായാലും നാട്ടിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്ത് വിവരം പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവര് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം. എന്തിനാ കുട്ടൂസേ, എന്റെ കല്യാണത്തിന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണോ? ഇതേ ഡയലോഗ് ഒന്നുമില്ല നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. എന്നിട്ട് ഇതുവരെ നിന്റെ ഡാഡി മമ്മി വന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എന്റെ കല്യാണം ആയി തുടങ്ങി. ഇത് ലാസ്റ്റ് ചാൻസാ. ഇതും കൂടി കളഞ്ഞ ഇനി തീരുമാനം എടുക്കുന്ന ഞാനായിരിക്കും. ഡാഡിയുടെ മമ്മിയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മമ്മിക്ക് ഒരു കാര്യം പറയാനുണ്ട്. മോനൊരു സർപ്രൈസ്. മോൻ ആദ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ പറഞ്ഞ ഏത് പെൺകുട്ടികളെ നിക്കാടിനടുത്ത് താലി കെട്ടിക്കോളാന്ന്. നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. നീ ഞെട്ടിപ്പോയില്ലേ? സർപ്രൈസ് ആയില്ലേ? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാ. നല്ല പെൺകുട്ടിയാ, അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളാടാ. നമ്മുടെ ഈ നാട്ടിലത്തെ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം നടത്താന്നാ. ഒരു 2 വീക്കും കൂടെ ഉള്ളു നിന്റെ കല്യാണത്തിന്. നീ പെൺകുട്ടി ഒന്ന് നാളെ പോയി കാണ്, ഒന്ന് സംസാരിക്കാം അവളുടെ അടുത്ത്. കല്യാണം ഉറപ്പിച്ചിട്ട് സംസാരിക്കുന്നതിന് ഭേദം കെട്ടി കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു. ഡാഡി മമ്മി ചെറുപ്പത്തിൽ ഞാൻ പലതും പറയും. ആ ചെറുപ്പത്തിൽ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടോ, അതൊക്കെ ശരിയാണെന്ന് കരുതി അതിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന നിങ്ങൾ ഞാൻ എന്ത് വേണം? എനിക്ക് ആ കുട്ടീനൊന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല. നീ തന്നെ എങ്ങനെ പറയണടാ? ഞങ്ങളുടെ ഇഷ്ടത്തിന് പെൺകുട്ടിയെ തീരുമാനിച്ചത് നീയല്ലേ പറഞ്ഞ്. ഇപ്പൊ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ അവരുടെ മുന്നിൽ ഞങ്ങൾ നാണം കേടും? ഞങ്ങളുടെ തീരുമാനത്തിന് നിനക്കപ്പൊ ഒരു വിലയില്ലേടാ. ഞങ്ങള് നിനക്ക് ആരുമല്ലേ? എന്റെ ഡാഡി മമ്മി ഇപ്പൊ നിനക്ക് വേണ്ടേ? മമ്മ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒന്നും പറയണ്ട മോനെ. മിയ, താൻ എന്തിനാടോ അങ്ങനെ കരയുന്നേ? പിള്ളേർ വലുതായി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് കുറച്ച് വാല്യൂ കൊടുക്കണം എന്നുള്ളത് നമ്മൾ മറന്നുപോയി. അവൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കായിരുന്നു. നമ്മൾ ചെയ്ത തെറ്റാത്. ഇപ്പോ കല്യാണക്കുറി അടിച്ച് എല്ലാവരും ക്ഷണിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോ അവൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അവനെങ്ങനെ അത് അംഗീകരിക്കാൻ പറ്റും? ഇനി ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് നമ്മൾ എന്ത് പറയുന്ന ആലോചിക്കുമ്പോഴാ. ഒരു പെൺകുച്ചിന്റെ ജീവിതമല്ലേ, എന്തായാലും കല്യാണം മുടക്കാനൊന്നും പറ്റില്ല. പറഞ്ഞ ഡേറ്റിൽ കല്യാണം നടത്തണം. എന്നാലും നമ്മുടെ മോൻ ഇതിന് മാത്രം ഞാൻ എന്തോ പറഞ്ഞു. ഒന്ന് നിർത്ത എന്റെ മിയ, എല്ലാം കഴിഞ്ഞില്ലേ? നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. നാളെ തന്നെ ആ കൊച്ചിനെ പോയിട്ട് കണ്ട് സംസാരിച്ചോളൂ നീ. ഡാഡി എന്നെ എന്താ കരുതിയിരിക്കുന്നത്? എനിക്ക് വാക്കിന് വിലയുണ്ട്. ഞാൻ ആ പെൺകൊച്ചിനെ കാണുന്നില്ല. എനിക്കതിനെ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ കാണാൻ പോകില്ല. അത് നല്ല കാര്യം തന്നെ. പണ്ടത്തെ കല്യാണത്തിന് അന്ന് നീ പെണ്ണിനെ കണ്ടാ മതി. അയ്യോ ഡാഡി, അങ്ങനെയല്ല. ഞാൻ കണ്ടിട്ട് ആ കുട്ടി സംസാരിച്ചുള്ള കുട്ടിയെടുത്ത് വേണമെന്നില്ല. നിന്റെ വാക്കിന് വില നീ തെറ്റിക്കണ്ട. നീ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ കല്യാണം ക്ഷണിക്കാൻ നോക്ക്. എങ്ങനെ ഞാൻ ഇനി ഈ കല്യാണം മുടക്കും? എന്റെ അടുത്ത് ഒന്നും പറയാൻ വരണ്ട. എനിക്ക് ആരും കാണാൻ വേണ്ട, ആരടുത്ത് സംസാരിക്കാൻ വേണ്ട. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. അച്ഛമ്മ, അമ്മ, ഇവിടെ കാണാതിരിക്കുന്ന നല്ലതാ ചെറുക്കനെ. കണ്ടു കഴിഞ്ഞാ ഇവളുടെ സംസാരം കേട്ടാ ചെറുക്കൻ ചിലപ്പോൾ ഇട്ടേച്ച് പോവും. ഈ കല്യാണം തന്നെ മുടങ്ങിപ്പോവും. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. എന്നാ ചെറുക്കന് ഞാൻ പോയി കണ്ടേക്കാം. അയ്യോ അതൊന്നും വേണ്ട. ചന്ദ്രഹരി വന്നപ്പോ എന്നെ ഈ കൊച്ചു കാട്ടിക്കൂട്ടിയത് ഓർമ്മയില്ലേ? ചെറുക്കനെ ഇവിടെ കാണണ്ട. പണ്ടൊക്കെ ചെറുക്കന്റെ മുന്നേ കണ്ടിട്ടാണോ കല്യാണം നടന്നിരുന്നത്? അമ്മായി പറഞ്ഞ പോലെ ശരി. വെറുതെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങള്. കല്യാണം നിശ്ചയിച്ചതല്ലേ? കല്യാണത്തിന്റെ ഡേറ്റ് ഇതാന്ന് പറഞ്ഞിപ്പോ എത്തും ഇങ്ങോട്ട്. അതിനുള്ളിൽ എല്ലാം ചെയ്തു തീർക്കണ്ടേ? വീട്ടുകാരെ ക്ഷണിക്കണം, ഫ്രണ്ട്സിനെ ക്ഷണിക്കേണ്ട. അഖിലെ നിന്റെ നീ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാൻ നോക്ക്. ഒരു കല്യാണം നടക്കാൻ പോകുന്നുണ്ടേ. എത്ര പെട്ടെന്ന് പെണ്ണ് കാണാൻ ചടങ്ങ് കഴിഞ്ഞു, നിശ്ചയം കഴിഞ്ഞു. ഇനി നേരെ കല്യാണത്തിലേക്ക്. ജനുവരി 11 ഞായറാഴ്ച. എന്റെ അമ്മോ, എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ ലീവ് എടുത്തിട്ട് ഓഫീസിൽ അങ്ങനെ ക്ഷണിച്ചിട്ട് തന്നെ വരുന്നുണ്ടോ വെച്ചാ? ആ ചെറുക്കിനെ കണ്ടെല്ലാം തുറന്നു പറഞ്ഞ മതിയായിരുന്നു. അത് ഞാൻ കളഞ്ഞു കുളിച്ചു. എന്റെ കുഞ്ഞു കൃഷ്ണ, ഞാൻ ഇനി എന്ത് ചെയ്യും? കുട്ടൂസേ, ഞാൻ എന്ത് പറയാനാ? നീ എന്നെ ചീത്ത പറയലൊന്ന് നിർത്ത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്ക്. എന്തായാലും രണ്ടാളുടെ കല്യാണം ഒരേ ദിവസം. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് ചെയ്യണം. അല്ല, ആകെ കൂടി ഒരു വഴിയുള്ളൂ, ഒളിച്ചോടാം. ഒളിച്ചോടി? അതൊന്നും ശരിയാവില്ല. വീട്ടുകാരെ സമ്മതം ഉണ്ടാവില്ല, അവരുടെ അനുഗ്രഹം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ ഈ വിവരം വീട്ടിലാരെങ്കിലോട് പറയട്ടെ, എന്നിട്ട് നമുക്ക് ഒളിച്ചോടാം. ഓ, നല്ല ഐഡിയ ആണല്ലോ. ഇന്ന് ഒളിച്ചോടാൻ ഞാൻ എന്റെ ഏട്ടനെ കൂടി വിളിക്കട്ടെ.
അയ്യോ, അവനെ ഓടിച്ചിട്ടടിക്കൂ. എന്തിനാ അതൊക്കെ? അത് തന്നെയാ പറഞ്ഞത്, ഒളിച്ചോടെന്ന് പറഞ്ഞ ആരും അറിയാതെ പോവാന്ന്, അല്ലാതെ വീട്ടുകാരെ നാട്ടുകാരെ അറിയിച്ചിട്ടല്ല പോവേണ്ടത്. ഇതിനെയൊക്കെ വീട്ടുകാരെ അത് കഴിഞ്ഞിട്ട് അനുഗ്രഹിച്ചോളും. അതിന് മുന്നേ ചെന്ന് കഴിഞ്ഞാൽ അനുഗ്രഹം ആയിരിക്കില്ല, നമ്മുടെ ശവോടൊക്കെ ആയിരിക്കും നടത്തുന്നവര്. ഓക്കെ, സമ്മതിച്ചു. നമ്മുടെ കല്യാണം എടുത്തു തുടങ്ങി. കല്യാണത്തിന് അന്നാണ് ഒളിച്ചോടുന്നത്. എന്നോ ഓടുന്നത്? എങ്ങനെ ഓടുന്നത്? നമ്മുടെ കല്യാണത്തിന്റെ ഒരു താലി ഞാൻ അങ്ങോട്ട് കെട്ടി തരട്ടെ? ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എങ്ങനെയാ പോകണ്ടെന്നും എവിടേക്കാ പോകണ്ടെന്നൊക്കെ. എന്നിട്ട് ഡീറ്റെയിൽ ഞാൻ നിനക്ക് വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? എന്നാ ഞാൻ പോകുന്നു, ഒന്ന് എനർജിക്ക് ഇനി ഇരിക്കട്ടെ. ഡാനി, കമിൻ. സാർ എല്ലാ ഫയൽസും കംപ്ലീറ്റ് ആണ്. ടൊയോറ്റോ കമ്പനിക്ക് നമ്മൾ ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ ഡാനി, ഡാനിക്ക് ഒളിച്ചോട്ടത്തെ കുറിച്ച് എന്താ അഭിപ്രായം? എങ്ങനെ അത് പ്രാവർത്തികമാക്കുന്നുള്ള വല്ല ഐഡിയ ഉണ്ടോ? അയ്യോ സർ, എനിക്ക് അതിനെ കുറിച്ച് വല്ല ഐഡിയ ഇല്ല. ഞാൻ ഇതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടില്ല സർ. സാറിന്റെ മാരേജ് അല്ലേ, പിന്നെ സാറിന്റെ ഒളിച്ചോട്ടത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്? അയ്യോ, എനിക്ക് വേണ്ടിയിട്ടല്ല. എൻ്റെ ഒരു ഫ്രണ്ട്, അവന് ഒരു കുട്ടീനെ ഇഷ്ടമാണ്, വീട്ടിൽ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒളിച്ചോടുകയാണെങ്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അത് സാറില്ല. പിന്നെ ഡാനി എല്ലാ ഫയൽസും തന്നേക്ക്, പെൻഡിങ് ഒന്നും വെക്കണ്ടല്ലോ. ഞാൻ ലീവായിരിക്കുമല്ലോ ഇനി. ഓക്കെ സാർ, ഇനി 2-3 ഫയൽസും കൂടി ഉള്ളൂ സാർ, ഞാൻ എടുത്തോണ്ട് വരാം. എടാ സൂര്യ, നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാതെ? നിന്റെ കല്യാണം അടുത്ത് വരെയല്ലേ? ആരെയും കാണിക്കാതെ ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അച്ഛനമ്മയും നാളെ കല്യാണം ക്ഷണിക്കാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ രണ്ടുപേരുടെയും കല്യാണം ഒരു ദിവസം ആയില്ലോടാ. വല്ലാത്ത ചതിവ് പോയി, രണ്ടാളും കൂടി ഒരു ദിവസം തന്നെ രണ്ടുപേരുടെയും കല്യാണം. ഞങ്ങൾ ഏത് കല്യാണത്തിനാണ് വരുന്നത്? മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ഞങ്ങൾക്ക് രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ചെയ്യടാ, ആരുടെയെങ്കിലും കല്യാണത്തിന് വാ. ആരുടെ വന്നാലും സന്തോഷം തന്നെയുള്ളൂ. എടാ, നിനക്കൊക്കെ ഈ ഒളിച്ചോട്ടത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? എങ്ങനെയാ അതിൻ്റെ ഒരു മെത്തേഡ്? ഒളിച്ചോടത്തിനെ കുറിച്ച് എന്താ മെത്തേഡ്? എന്താടാ ഒരു മെത്തേഡ് ചോദിക്കലൊക്കെ? ഞങ്ങളറിയാതെ വല്ല സെറ്റപ്പ് ഉണ്ടോ നിനക്ക്? അങ്ങനെയൊന്നും ഇല്ലടാ. ഓഫീസിൽ ഒരാൾ ചോദിച്ചതാ, പാവം, അവനെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടായിരുന്നു. അത്യാവശ്യം അത്രേ. അത്യാവശ്യമായിട്ട് ഒളിച്ചോടാൻ നിൽക്കുന്ന ആളെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. എനിക്കിതിനെ കുറിച്ച് വലിയ മെത്തേഡൊന്നും അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞേക്കാം. എടാ, തലേ ദിവസം ഒളിച്ചോടാൻ നിൽക്കരുത്. അന്ന് ആൾക്കാരും തിരക്കൊക്കെ ആകുമ്പോൾ പിടിക്കപ്പെട്ട അടിപ്പൂത്തിരെ കിട്ടും. അതിന് 2 ദിവസം മുന്നേ എങ്ങാനും ഒളിച്ചോടാൻ ശ്രമിക്കണം. പെണ്ണിനോട് ഇറങ്ങി വരാൻ പറയണം. നീ വീടിന്റെ പരിസരത്ത് എങ്ങാനും ഇവിടെ നിൽക്കുക. ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിലങ്ങ് കയറി 2 പേരും അങ്ങ് പോവുക. ഇത്രേ ഉള്ളൂ. പറയുമ്പോൾ എളുപ്പത്തിലെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോടാ? സൂര്യ ഇവന്റെ വാക്കം കിട്ടിട്ട് വെറുതെ ഓരോന്നും ഇറങ്ങിത്തിരിക്കണ്ട കേട്ടോ. ആ ചെറുക്കനടുത്തൊക്കെ പറഞ്ഞാൽ ചെറുക്കന് വല്ല അടിയും കിട്ടിയാൽ അവൻ വന്ന് നിന്നെ അടിക്കും. കല്യാണത്തിന് അവസാനം പെണ്ണിന് നിന്റെ മുഖം പോലും മനസ്സിലാവാത്ത രീതിയിലാക്കി തീർക്കൂട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കണമെന്നില്ലടാ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ, വെറുതെ അറിയാൻ. എന്തായി മക്കളെ, പോയിട്ട് ക്ഷണിച്ചില്ലേ? നന്നായിട്ട്. കൃഷ്ണനൊക്കെ സുഖമായിരിക്കുന്നോ? പിന്നെ എന്റെ കൂട്ടുകാരി സൗദാമിനി എന്തു പറയുന്നു? അമ്മായി അമ്മേനെ അന്വേഷിച്ചിരുന്നു. പിന്നെ കൃഷ്ണൻ കല്യാണത്തിന് തിരക്കിലല്ലേ, ക്ഷണിച്ചു എന്തായാലും. പിന്നെ ശിവനിക്കുട്ടി നേരിട്ട് കണ്ടു. എന്തൊരു ഭംഗിയോ കൊച്ചിനെ കാണാൻ, കുറെ കാലായില്ലേ കണ്ടിട്ട്. എനിക്ക് ഇഷ്ടായി ആ കുട്ടീനെ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി. നല്ല വായാടിത്തരം ഉണ്ട് അവൾക്ക്. ആ വായാടിത്തരത്തിലല്ലേ നിന്റെ മോൻ വീണത്. എന്താ അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എന്ത് പറയാനോ, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്. ക്ഷണൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണം ഉണ്ടാവും. ചെല്ലേ. എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങ് വാ മോനെ, അവരങ്ങ് പോയി. എന്റെ പൊന്നു പാർവച്ചമ്മ, റിയലി മിസ് യു. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോവും. എന്നെ അനുഗ്രഹിക്കണേ. ഞങ്ങൾ 2 പേരും ഇവിടേക്കാ പോകുന്നതെന്ന് പോലും അറിയാത്തൊരു പോക്കാ. നല്ല പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി കേട്ടോ. ചെമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും എൻ്റെ കുട്ടിയുടെ ഒപ്പം ഉണ്ടാവില്ലേ? മോനെ, എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. നീ ഒളിച്ചോടാൻ ഞാൻ കൂട്ടുനിന്നെങ്ങാനും നിന്റെ അച്ഛനെ അറിഞ്ഞ അവന്റെ അമ്മയാണെന്ന് പോലും അവൻ എന്നെ നോക്കില്ല. എന്തൊക്കെ പറയൂ എന്തോ. എന്നാലും നിനക്ക് ഇതൊക്കെ അവന്റെ അടുത്ത് പറഞ്ഞൂടെ? സമ്മതിക്കും അവൻ, എനിക്ക് ഉറപ്പാ.
ആ ഇപ്പൊ നടത്തി തന്നെ തന്നെ എന്നോടൊരു കോൾ ചെയ്ത് ഇൻഫോം പോലും ചെയ്തില്ല എന്റെ കല്യാണം നിശ്ചയിച്ചെന്ന്. കല്യാണത്തിന്റെ തലേദിവസം വന്ന് നിന്റെ കല്യാണമാണെന്നും പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ അച്ഛമ്മേ? അതും പോരാണ്ട് എന്തെങ്കിലും പറഞ്ഞ മിണ്ടിയ തൊട്ടാ കണ്ണീർ ഒഴുക്കുന്ന ഒരു മമ്മി. ഇതൊന്നും ശരിയാവത്തില്ല. ഞാൻ എന്തായാലും പോവാ. എനിക്ക് അച്ഛമ്മയുടെ അനുഗ്രഹം മതി. പോകുന്നൊക്കെ കൊള്ളാം. കെട്ട് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നോണം. മോളൂസിനെ നോക്കിക്കോണട്ടോ നീ. എന്റെ മോളേസിനെ ഞാൻ പൊന്നു പോലും നോക്കത്തില്ല എന്റെ അച്ഛമ്മേ. എന്താ എന്റെ ശിവുട്ടി ഇത്രയും ഡ്രസ്സൊക്കെ? കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ഉദ്ദേശല്ലേ? തിരിച്ചു വരാതെ എവിടെ പോവാനാ? എവിടെ പോയാലും ഞാൻ തിരിച്ചു വരും. അത്യാവശ്യത്തിനെ കുറിച്ച് ഇരുന്നോട്ടെ വെച്ചിട്ടാ. മൃദുലെടുത്തി, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ഇവിടെ നിൽക്കായിരുന്നോ? ദേ ഏട്ടൻ ഗോൾഡ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ശിവനെ മോൾ കിട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ളത് അലമാരയിൽ എടുത്തു വെക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ വരാൻ കീർത്തിട്ടി. ശിവു, ദേ അത്യാവശ്യത്തിന്റെ ഡ്രസ്സ് മാത്രം എടുത്തു വെച്ചാൽ മതി. ഒരുപാട് കേട്ടി വിളിച്ചു കൊണ്ടുവേണ്ട കേട്ടോ. നാരായണൻകുട്ടി എല്ലാം അങ്ങ് പുറകിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറയാ പാചകപ്പുരയുടെ അടക്കി. പറയുന്ന കേട്ടില്ല, എല്ലാം പാചകപ്പുരയുടെ അടിച്ചെടുക്കണോ? എന്താണെന്നതിനെ നീ ഇങ്ങനെ നോക്കുന്നത്? മോനെ അഖിലെ, കല്യാണം ആയതുകൊണ്ടാണോടാ നിന്റെ മുഖമൊക്കെ ഇങ്ങനെ തുടുത്ത് സുന്ദരനായിരിക്കുന്നത്? പോടാ, എന്റെ കല്യാണത്തിന് നല്ല സുന്ദരനാവട്ടെ. ശ്യാമു വന്നല്ലേ? അവനിപ്പോഴും സൂര്യയുടെ അടുത്താണോ? നീ സൂര്യനെ കണ്ടിരുന്നു പോയിട്ട്? അവന്റെ കാര്യമൊന്നും പറയാതിരിക്കും നല്ലത്. അവൻ എന്തോ പോയ പോലൊരു അവസ്ഥയിൽ അവിടെ ഇരിപ്പുണ്ട്. അവന്റെ കല്യാണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ചെറുക്കിന് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. കല്യാണത്തിന്റെ തിരക്കിലായതുകൊണ്ട് അവനൊന്നും കാണാൻ പറ്റിയില്ലടാ. വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവനെ. എനിക്കും തോന്നി അവനെന്തോ പ്രശ്നമുണ്ടെന്ന്. ചിലപ്പോ കല്യാണം അടുത്തോണ്ടിരിക്കില്ലേ, അതിന്റെ ആയിരിക്കും. നാളെ ഒന്ന് പോയി അവനെ കണ്ടേക്കാം. എടാ നീ വാ, നമുക്ക് കുറച്ച് പണിയുണ്ട്. ഈശ്വര, നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാം. കാത്തോണേ, എല്ലാവരും ഉറങ്ങിക്കാണേ. ആരും കാണുന്നില്ല. വന്നല്ലോ. ഈശ്വര രക്ഷിക്കണേ. എത്ര നേരെ കാത്തിരിക്കണമെന്നറിയോ? എന്നാ ചേട്ടായി, ശിവു നിക്കടി. ചേട്ടായി ഉറക്കൊന്നുമില്ലേ? സുഖാണല്ലോ അല്ലേ? എനിക്ക് ഉറക്കൊന്നുമില്ലേ? നീ ഇതെങ്ങോട്ടാ? അത് നടക്കാൻ ഇറങ്ങിയതാ ചേട്ടായി. രാത്രി 1 മണിക്കാണോടി ബാഗ് കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നത്? ആദ്യത്തെ അറിവാണല്ലോ. ആ ബാഗ് അത് കത്തിക്കാനുള്ള ഡ്രസ്സുകളാ. അമ്മ പറഞ്ഞതാ. അത് ഞാൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി കൊണ്ടുവന്നേ ഉള്ളൂ. കത്തിക്കാനുള്ളല്ലേ? ഞാൻ കത്തിച്ചോളാം. മോള് ചെല്ലകത്തേക്ക് പോയി കിടന്ന് ഇറങ്ങാൻ നോക്ക്. പോയി കിടന്ന് ഉറങ്ങടി പോടി. വെക്കുന്നതിനാ ഞാൻ പോയി. അവളെ കത്തിക്കാനുള്ള ഡ്രസ് കള്ളത്തരം. ഓർക്കാൻ വന്നിട്ട് എന്റെ 3 ദിവസത്തെ എവിടെ പോയി കിടക്കുന്നു? കുളിച്ചോടാൻ നിർത്തി. വിളിച്ചായോ? ഞാൻ വിളിച്ചോടിയില്ലേ? ഇതിപ്പോ എവിടെയാ? അയ്യോ, പ്ലാൻ ഫ്ലോപ്പ് ആയല്ലോ. സൂര്യ, നീ രാവിലെ തന്നെ എന്താടാ ഇവിടെ? വൈകിട്ടൊക്കെ ഞാൻ വീട്ടിൽ തിരക്കാവില്ലടാ. അതാണ് ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളോട് കൺഗ്രാറ്റ്സ് പറയാൻ നിന്നെയും ശിവരെയും കണ്ടിട്ട്. നിതിന് ശ്യാമു വന്നിട്ടുണ്ട്. ഞങ്ങൾ നിന്നെ കാണാൻ വരാതിരിക്കായിരുന്നു. അപ്പോഴാണ് നിന്റെ ഇങ്ങോട്ടുള്ള വരവ്. നീ അങ്ങോട്ട് പോയി ശിവുവിനെ കാണ്. അവിടെ അമ്മായിമാരെയും ജോലിമാരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ വേണം പോവാൻ. ഞാൻ അവരെ കൂട്ടിയിട്ട് വരാം. എന്താ എല്ലാവരും ഉണ്ട് ഇവിടെ? എന്തിനു വിളിച്ച്? എല്ലാവരും ഉണ്ട് അവിടെ. ഇന്നലെ നീ എന്ത് വരാൻ? ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോ. ഞാൻ ഇറങ്ങി വന്നതാ. വന്ന് പെട്ടതോ ചേട്ടായിയുടെ മുന്നിൽ. എങ്ങനെയൊക്കെയാ അവിടുത്തെ രക്ഷപ്പെട്ടെന്ന് എനിക്ക് അറിയുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നാളെ കല്യാണോ? സാറില്ല, പോട്ടെ. നാളെ അമ്പലത്തേക്ക് വന്നോണം. ഒരു 7 മണിയാകുമ്പോഴേക്കും മഞ്ഞ കളർ ചുരിദാറിട്ട് വന്നാൽ മതി. ഞാൻ നിന്നെ അവിടുന്ന് കിഡ്നാപ്പ് ചെയ്തോളാം. കൂടുതലൊന്നും എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും കണ്ട പ്രശ്നം. നീ പൊക്കോ ചെല്ലേ, മറക്കരുത് കേട്ടോ. ഇതൊക്കെ നടക്കോ കുട്ടൂസേ? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ലാസ്റ്റ് ചാൻസാ. നടക്കോ ഇല്ലൊന്നും അറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വേറെ വഴിയില്ലല്ലോ. മോളൂസേ, മോളൂസ് ചെല്ല്. ആരെങ്കിലും കാണും. പൊക്കോ. അച്ഛമ്മേ, സുഖല്ലേ?
ഹായ്. അച്ഛമ്മയ്ക്ക് സുഖാ കുട്ടിയെ. കുട്ടി എന്ത് ഇവിടെ നിൽക്കുന്നേ? അത് ഒറ്റയ്ക്ക് എന്ത് സംസാരിക്കുന്നേ? അച്ഛമ്മയുടെ കൂടെ വരൂ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാൻ. ശിവു, കുട്ടി നീ ഇത് എങ്ങോട്ടേക്ക് ഇടുന്ന് ഓടുന്നത്? അവിടെ നിൽക്കൂ. അമ്മ അമ്പലത്തിക്ക് പോവാനാ, നേരം വേഗം അതാ. ശിവുട്ടി ഇന്ന് ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല, അമ്മയും കൂടെ വരാം. നീ അവിടെ ആരെങ്കിലും കണ്ടാൽ സംസാരിച്ചോണ്ടിരിക്കും. ഇന്ന് നിന്റെ കല്യാണ, നേരത്തെ ഇവിടെ എത്തണം. അമ്മ വേഗം ഡ്രസ്സ് മാറിയിട്ട് വരാട്ടോ. വീണ്ടും പണി പാളിയോ? വേഗം നടന്ന് വരുന്നുണ്ട് ശിവനിക്കുട്ടിയെ. അമ്മ, അമ്മ, വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ. അതോ അങ്ങനെ ഞാൻ എന്റെ മോളേസിനെ കൊണ്ടുവന്നു. ഇനി നമ്മുടെ കല്യാണം. നിന്റെ മനസ്സിൽ എന്നെ കുറിച്ച് ഇതുപോലത്തെ വിചാരങ്ങളായിരുന്നു? അമ്മേ സോറി. അയ്യോ അല്ല, എനിക്ക് ആള് മാറിപ്പോയതാ. ആള് മാറിപ്പോയതാണെന്നോ? അപ്പൊ നീ ആരെ ഉദ്ദേശിച്ചത്? അമ്മേ, അത് ഞാൻ എന്റെ അമ്മയെ പോലെ കാണുന്നത്. സത്യമായിട്ടും ആള് മാറിയതാ. ഞാൻ ശിവുവിനെ ഉദ്ദേശിച്ചത്. എന്റെ മോളെ പണത്തിന് വേണ്ടി തട്ടിക്കൊണ്ട ആവശ്യം നിനക്കില്ല. പിന്നെ നീയും അവളും തമ്മിൽ എന്താ ബന്ധം? ഞാനെല്ലാം പറയാം. ഇല്ല, ഇപ്പോഴേക്കിപ്പ എന്റെ വീട്ടിൽ കൂടെ നക്കിക്കൂടെ നീ. എന്റെ കുഞ്ഞു കൃഷ്ണ, ഈ പ്രായത്തിൽ ഞാൻ എന്തൊക്കെ കാണണം. എന്റെ ശിവുട്ടി, നിന്നെ അവന് കൊണ്ടുപോണെങ്കിൽ എന്തിനാണ് നിന്റെ അമ്മയെ കൊണ്ടുപോയത്? ഇതൊക്കെ പുറത്തിറങ്ങി ഇത്ര നാണക്കേടാണെന്നറിയോ? മനഃപൂർവ്വമല്ല, ആള് മാറിപ്പോയതവന്. അവനെ ന്യായീകരിക്കാൻ നിൽക്കാതെ നീ അവനെ വിളിക്കണേ ഫോൺ എടുത്തിട്ട്. കിട്ടണ്ടേ? നോട്ട് റീച്ചബിളാ. എന്റെ മൃദുല, ശിവനെ ആ ചെറുക്കന്റെ പെടിനെന്തെങ്കിലും ചെയ്യൂടി. ഇപ്പോഴത്തെ ആമ്പിള്ളേർക്ക് ഓൾഡ് പീസിനോട് താല്പര്യം കൂടുതല്. കൃഷ്ണ, അങ്ങനെ എന്റെ മോനെ അപമാനിക്കാതടാ. അവൻ അത്രയും മാന്യത എന്ന് അറിയാത്ത ആളൊന്നല്ല. ഇവനെ കൊണ്ട് ഞാൻ ആ ചെറുക്കനെ എന്റെ കൈ കെട്ടി ഇന്ന് ഞാൻ അവന് മോളൂസേ ഇങ്ങോട്ട് പോണടി, ഇവിടെ ഇരിക്കെ. ആട്ടനെ ഇവിടെ ഇരുന്നോ. മോളി മൃദുലേ, അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോടി? ഇല്ല, എന്നെ കണ്ടപ്പോ എന്റെ ബോധം പോയി. ചരിത്രത്തിൽ ആദ്യമായിട്ടാ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അമ്മേനെ ചെറുക്കൻ കിഡ്നാപ്പ് ചെയ്യുന്നത് കേൾക്കുന്നത്. കാലേകാലം. അച്ഛൻ എന്തീ പറയുന്നേ മമ്മ? അവന്റെ ഒരു കുമ്മ മിണ്ടാതിരുന്നോണ്ട് അവിടെ. 100 പ്രാവശ്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ആ പെങ്കുച്ചൊന്നും പോയി കാണുന്നു. അങ്ങനെ കണ്ടിരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഒരു സർപ്രൈസ് തരാൻ നിന്നതാ. ആ ചെറുക്കനെ പോയി കാണാൻ ഞങ്ങളും പറഞ്ഞല്ലോ നിന്റെ അടുത്ത്. എന്റെ പൊന്നു ശിവോ, നീ അന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ച് തടഞ്ഞതിന് എനിക്ക് സമാധാനമായതാ. ഇനിയൊന്നും ഇല്ലല്ലോ ഒന്നും. പക്ഷെ ഇതുപോലെ ഒരു പരിപാടി രണ്ടും കൂടി ഒപ്പിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കല്യാണമാണോ നടക്കാറുന്നത്? അതേടെ പൊട്ടാ സഞ്ജു മോളെ, നിനക്കും അറിയായിരുന്നത്. അപ്പൊ നിനക്ക് ഏട്ടനോട് മുന്നേ പറയാറുന്നില്ലേ? അല്ല, ഈ മാറ്റക്കല്യാണം അപ്പൊ ആരുടെയായിരുന്നു? മാറ്റക്കല്യാണം എന്റെയും സഞ്ജുവിന്റെ ആയിരുന്നു. നീയൊക്കെ കാണിപ്പോ അത് മുടങ്ങുവോ? ഏടാ ദുഷ്ട, എന്റെ പെങ്ങളെ ഞാൻ തന്നെയാടാ നിന്റെ ബന്ധം കണ്ടുപിടിച്ചത്. നിന്റെ ഒപ്പം നടത്തണം. ഇവിടെ ആരുമില്ല. ഇന്ന് വാ മോളൂസേ, നമ്മൾ എവിടേക്കും പോയിരിക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞതിലെ ആമ്പിള്ളേരെ വിളിച്ച് വീട്ടിൽ കേട്ടെടുത്തെന്ന്. ഒന്നാമത്തെ സൂര്യൻ തന്നെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ചെക്കനായിരുന്നു അത്. അച്ഛാ, നമ്മളിനി എന്ത് ചെയ്യും? അവളെ വിളിച്ചിട്ട് പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ പുന്നാര മോളായിപ്പോലെ. ആദ്യം ഞാൻ അച്ഛനെ കണ്ടെന്ന് സംസാരിക്കട്ടെ. സൂര്യയുടെ വിവരം അവനും അറിയണല്ലോ. അച്ഛനെ കണ്ട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തുന്നവരെ ശിവന്റെ അടുത്ത് നമ്മളൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. അമ്മയെടുത്താ പറയുന്നത്. അറിയാതെ ദേഷ്യം വരുമ്പോ ഒന്നും പറയണ്ട. ഈ വിവരം ഞങ്ങൾക്കും അറിയണ്ടായിരുന്നില്ല കൃഷ്ണ. അവന് നാട്ടിൽ ജോലി ചെയ്യണം, അച്ഛമ്മയുടെ ഒപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഒരു കാരണം കൊണ്ടാണെന്ന് എനിക്ക് അറിയാതെ പോയി. കൃഷ്ണൻ എന്താ ചെയ്യാൻ തോന്നുവെച്ചാൽ അവനെ ചെയ്തോളൂ. എന്താ അച്ഛൻ ഞാൻ ഇതിൽ പറയേണ്ടത്? മക്കളെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു പോയില്ലേ? എന്റെ മോളെ എന്താ ആവശ്യപ്പെട്ടാലും നടത്തി കൊടുത്ത് എനിക്ക് ശീലമുള്ളൂ. ഇതവളുടെ ജീവിതമല്ലേ.
ഇതൊരു മാരേജ് പ്രപ്പോസൽ ആക്കിയാലോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം സൂര്യനെ ഞങ്ങൾ ചെറുപ്പം മുതൽ കാണുന്നതല്ലേ. അവൻ നല്ലൊരു ചെറുക്കനാ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടാവിനെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? അഭിപ്രായം ചോദിക്കാനുണ്ടോ കൃഷ്ണ? 100 വട്ടം സമ്മതം. എന്താ ഈ ബന്ധത്തിന് തെറ്റ് പറയാനുള്ളത്? മക്കളെ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നുണ്ട്. കുടുംബമായിരിക്കും നമുക്ക് രണ്ടുപേർക്കും ഒരു കുറവുമില്ല. പിന്നെ ഇതിൽ എന്താ തെറ്റ് പറയാൻ? നീയുടെ അഭിപ്രായം എന്താ? 100 വട്ടം എനിക്കും സമ്മതം തന്നെയാണ്. കല്യാണം വരെ എത്തിയ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെറുപ്പം മുതലേ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ. ഞാൻ സഞ്ജനോട് പോലും പറഞ്ഞിട്ടില്ല. സഞ്ജനെ എനിക്ക് ഒരുപാട് ഇഷ്ടം. താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം കൂടി നിന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ ചെറുക്ക? സഞ്ജു മോൾക്ക് കൂടി നിന്നോട് താല്പര്യം വേണ്ടേ? മോളെ സഞ്ജു. എനിക്ക് എതിർപ്പൊന്നുമില്ല, എനിക്കും സമ്മത. അമ്പടി കല്ലേ, അപ്പൊ എല്ലാം ശുഭമംഗളാണല്ലോ. കല്യാണമേളം തന്നെ. എല്ലാരോടും കൂടി ഒരു കാര്യം പറയാം. ശിവും സൂര്യൻ നമ്മുടെ അടുത്ത് ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് അവർക്ക് ഒരു ചെറിയ പണിഷ്മെന്റ് ആയിട്ട് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുത്താലോ? ഇതൊരു വേറൊരു വിവാഹാലോചനയായിട്ട് അവരുടെ മുന്നിൽ അവതരിപ്പിക്കാം. അവരപ്പോഴെങ്കിലും ഈ കാര്യം തുറന്നു പറയുമെന്ന് നമുക്കൊന്ന് നോക്കാലോ. അഖിൽ മോൻ പറഞ്ഞതിന് ഞാൻ യോജിക്കുന്നു. 2 പേർക്ക് ഒരു പണിഷ്മെന്റിന്റെ കുറവുണ്ട്. ചെറുതായിട്ട് രണ്ടാളൊന്ന് ടെൻഷൻ അടിക്കട്ടെ. വല്ലാത്ത പണിഷ്മെന്റിന് ഇതിന് ഭേദം 2 അടി അടിച്ചാൽ മതിയായിരുന്നു. ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കിഡ്നാപ്പിംഗ് കേസിൽ ഞാനിപ്പോ അകത്ത് പോയി കയറുന്നതിന്. അതും പോരാഞ്ഞ് പൂമാല വീഴണ എന്റെ കയ്യിൽ വിലങ്ങ് വീഴേണ്ട അവസ്ഥ. എല്ലാരും കൂടി ചെയ്തൊരു ചെയ്ത്ത്, വല്ലാത്തൊരു പണിഷ്മെന്റ്. എന്തായാലും എന്റെ മോളൂസിന് എനിക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ. എല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം. പിന്നെ ചന്ദ്രാന്റി, ഹരിയങ്കർ, ഐ എം റിയലി സോറി. അതൊന്നും ഒരു കുഴപ്പമില്ല ശിവനെ മോളെ. ഞങ്ങൾക്ക് അറിയായിരുന്നു മോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു. എല്ലാരും പറഞ്ഞ് ആദ്യം തന്നെ ഒരു ധാരണ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേട്ടപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മോളെ, ഞങ്ങൾ ഇത് ക്ഷമിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ മോൾ ഒരിക്കലും പാചകം ചെയ്യരുത്. അങ്കിളിന് കുറച്ച് ജീവന് കൊതിയുണ്ട്, അതുകൊണ്ടാട്ടോ. ഡാഡി, നീ അധികം ചിരിക്കൊന്നും വേണ്ട. കൂട്ടുകാരന്മാരായ ഞങ്ങളോട് ഒരു വാക്ക് പോലും നീ ഇതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഓ സോറിടാ, ഞാനത് പറയാതിരുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്റെ മാത്രല്ല, ഇവന്റെയും കൂടി കൂട്ടുകാരനല്ലേ. ഓ സമ്മതിച്ച്. എടാ, നീ ഒളിച്ചു വിടുന്ന കാര്യം ചോദിച്ച് അത് നടപ്പിലായില്ല. പക്ഷെ കിഡ്നാപ്പിന്റെ പരിപാടി ആരുടെ തലയിൽ ഒതിച്ചതാ? നിങ്ങൾ രണ്ടുപേരുടെ ആരുടെയാ? അയ്യോ, എന്റെ തലയിൽ ഒതിച്ചതല്ലേ. അത് എന്റെ തലയിൽ ഒതിച്ചതാ. പക്ഷെ അതും പാളിപ്പോയി. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി ചേക്കൻ കാട്ടിക്കൂടുന്ന കണ്ടിട്ട്. ഇവന്റെ മുഖത്ത് നേരെ ചുവ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനായത്. കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, അതന്നെ സമാധാനം. പാറുമേ, ഈ ചതി എന്റെ അടുത്ത് വേണ്ടിയിരുന്നില്ല കേട്ടാ. കൂടെ നിന്ന് ചതിച്ചല്ലേ. നിന്റെ കൂടെ നിക്കണ പോലെ എപ്പോഴെങ്കിലും ഞാൻ എന്റെ മോന്റെ കൂടെ നിക്കണ്ടേ? കള്ളിപ്പാറുമ്മ, മകനോട് അപ്പൊ ഏറ്റവും ഇഷ്ടം കൂടുതൽ. ദേ കല്യാണത്തിലുള്ള മുഹൂർത്താവാറായി. ഇനി എവിടേക്കാ? സമയം പോയി തുടങ്ങി. എല്ലാരും പോയി റെഡിയാവാൻ നോക്കല്ലേ. ഡാഡ്, മോം, ഇതെന്റെ ഫ്രണ്ടാ റയാൻ. ഹായ് ആന്റി. ഹായ് അങ്കിൾ. വാവ് ആദി, അത് നിന്റെ സിസ്റ്റർ അല്ലേ? ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഞങ്ങളുടെ കിങ്ങിനി മോള് നല്ല ക്യൂട്ടാ റയാൻ. അല്ലേ രവി കിങ്ങിനി? ഡാഡിയുടെ കിങ്ങിനി വാവേനെ അച്ഛമ്മ വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് ഓടി ചെല്ലേ. ആ റയാൻ ചെക്കൻ എപ്പോഴാ പോകുന്നത് നോക്കുന്നത്? കുറെ നേരമല്ലോ വന്നിട്ട്. നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട് അല്ലേ റയാൻ? നിനക്ക് എന്താടാ ചെറുക്കനോട്? ചെറിയ ചെക്കനല്ലേ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആ കുട്ടി വരുന്നുണ്ട്, അവരെങ്ങാനും കേക്കണ്ടത്. എന്താ മക്കളെ, നിങ്ങളുടെ ഫ്രണ്ട് റയാൻ പോയോ? പോയില്ല അമ്മാവാ. അതി അശ്വന്ത്, ഇനി പോലുള്ള കൂട്ടുകാരന്മാരെ ഇനി ഇങ്ങോട്ട് വിളിച്ചു കേട്ടെടുത്ത്. നിങ്ങളുടെ പെങ്ങൾ ഇവിടെ ഉള്ളതല്ലേ? ആൾ വന്നപ്പോ തന്നെ അവന്റെ കണ്ണ് എന്റെ മോളുടെ മുഖത്തേക്കാ. ഓ ഷീസ് സോ ക്യൂട്ട്. ഞാൻ എന്താ പറയണത്? അവനൊരു പാവാ. എനിക്കൊന്നും കേൾക്കണ്ട. ഒരു കൂട്ടുകാരന്മാരെ ഇങ്ങോട്ട് കേട്ടണ്ട. പാവത്തന്മാരെ വിശ്വസിക്കാൻ കൊള്ളാത്തത്. ആ അത് ശരിയാ, എനിക്കത് മനസ്സിലാവാതെ പോയി. അമ്മായി പറഞ്ഞത് ഞാനും കേട്ടിരുന്നെങ്കിൽ കിഡ്നാപ്പിംഗ് ഒന്നും നടക്കില്ലായിരുന്നു.
അപ്പൊ എനിക്ക് ഈ സുന്ദരി കിട്ടിയിരുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഐ ലവ് യു.